തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ തീരുന്നതുവരെയും നിശബ്ദരായിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രിയ ഡാളി എന്ന് പറയുന്ന സഹോദരിയുടെ യാത്രയയപ്പ് ശുശ്രൂഷയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് നാം ഒരു യാത്രയയപ്പ് നൽകുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ യാത്രയയപ്പ് ശുശ്രൂഷയിൽ നാം എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഈ പ്രിയ മാതാവ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെയും മേരി എന്ന് പറയുന്ന വ്യക്തിയുടെയും മകളായി, അതായത് ജനിച്ച് വളർത്തപ്പെട്ട് വളരെ ദൈവഭയത്തിൽ തന്നെയാണ് വളർന്നു വന്നതെന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷമുള്ള കാര്യാദികളും വളരെ അനുഗ്രഹമായ നിലയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് വിജയരത്നം പാസ്റ്റർ അവരുടെ പ്രിയ പത്നിയായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം വളരെയധികം ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും വളരെ ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുവാനും അധ്വാനിക്കുവാനും ഒക്കെ ആ പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചു. അതിലൂടെ അവർക്ക് ഈ കുടുംബജീവിതത്തിലൂടെ 2 മക്കളെ അവർക്ക് ദാനമായി നൽകുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. അവരും ഇന്ന് ശുശ്രൂഷ മുഖത്ത് തന്നെയാണെങ്കിലും കർത്താവ് അവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് പറയുവാനില്ല, എങ്കിലും ഞങ്ങളുടെ CIPC എന്ന സംഘടനയിൽ പ്രിയ വിജയരത്നം പാസ്റ്ററുമായി സഹകരിക്കുവാനും അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിലെ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കി തീർത്ത. സ്തോത്രം. തുടർന്ന് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവം നമ്മെ എല്ലാവരെയും നോക്കിക്കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്ന് നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. പ്രാർത്ഥന ജയദാസ് പാസ്റ്റർ അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവേ, വാത്സല്യ മാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ
അതിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി നമ്മളിവിടെ ആയിരിക്കുന്നല്ലോ. കർത്താവേ, ഇതിൻ്റെ ആരംഭ നിമിഷം മുതൽ എല്ലാം സ്വന്തമായി ഉചിതമായി ക്രമീകരിക്കപ്പെടുവാൻ ചെയ്യുവാനൊക്കെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അധ്യക്ഷനായി പ്രാർത്ഥിക്കുന്നു, പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്ന ദേവദാസനായി പ്രാർത്ഥിക്കുന്നു, ബന്ധുക്കളായി ചാർച്ചക്കാരായി എല്ലാവരും സഭാവിശ്വാസികളായി മക്കൾ മരുമക്കൾ കുഞ്ഞു എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെ കരം നീട്ടണം. ഞങ്ങൾ ആരംഭിക്കുകയാണ്. തിരു സാന്നിധ്യം പിന്നെയും കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇവിടെ ഒരു പാട്ട് പാടുവാൻ ഓട്ടം തികച്ചോ സ്വർഗഗേഹേ വിരുദിനായി ലോകെ ജ്ഞാനൻ ഓട്ടം തികച്ചോ സ്വർഗഗേഹേ വിരുദിനായി പറന്നിടും ഞാൻ ഇവിടെ രൂപമായി പരനേശ്വരാജൻ സന്നിധോ പറന്നിടും ഞാൻ മാറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ.
ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരലോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരലോട് കൂടെ വാഴുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുമേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 90-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിപ്പിക്കണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ജയരാജ് മാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട എന്നല്ല പകലിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയദാസിയുടെ വേർപാടിൻ്റെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താസന്മാർ, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 69 വർഷത്തോളം ഭൂമിയിൽ ദൈവം നൽകപ്പെട്ട ആയുസ് മുഴുവനും ദൈവകൃപയാൽ സന്തോഷകരമാക്കി. ദൈവം നൽകപ്പെട്ട കുടുംബ ജീവിതം, മക്കൾ, തലമുറകൾ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളൊക്കെയും അവിടുത്തെ ബലമുള്ള കരങ്ങൾ വഹിക്കുകയും ഉപയോഗിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തു. തൻ്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ദയ കാണിക്കുകയും
ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും അനുഭവിച്ച് കഴിയുന്ന കാലങ്ങളിലൊക്കെയും ജീവിച്ച ആ ജീവിതങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം അങ്ങയുടെ ദാസിയെ പ്രാർത്ഥനയോടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെടുവാനും ഈ ശുശ്രൂഷകളിലുടനീളം വ്യാപരിക്കുവാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എല്ലാ കാര്യാദികളും ഭംഗിയായി ഉചിതമായി ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ സഹായിക്കണമേ. ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെയും തലമുറകളെയും ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ കൃതാസന്മാരെയും ആത്മാവിൽ ദൈവം ശക്തീകരിക്കണം. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി ശുശ്രൂഷകൾ അവസാനിക്കുന്നവരെയും കാലാവസ്ഥയുടെ എല്ലാ ക്രമീകരണങ്ങളും ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തെയും നിയന്ത്രിക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. തുടർന്ന് നമുക്ക് അനുസ്മരണ ആണ്. ഈ നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്ന ഈ പ്രിയ സഹോദരിയെ കുറിച്ചുള്ള ഓർമ്മകൾ നാം ഓർക്കുന്നത് ഏറെ അനുഗ്രഹമായിരിക്കും. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹപ്പെട്ടതാകുന്നു എന്ന സദൃശവാക്യത്തിലൊരു വാക്യം നാം കേട്ടിട്ടുണ്ട്. അതുപോലെ നീതിയായി ജീവിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വളരെ ദൈവകൃപയിൽ മുന്നോട്ട് കടന്നുപോയ പ്രിയ മകളും കുടുംബവുമാണ്. അവരെ നാം ഓർത്ത് അവരുടേതായ കഴിഞ്ഞ കാല കാര്യാദികൾ അല്പമൊന്ന് ഓർമ്മിച്ച് പറയുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. അതിലേക്കായിട്ട് ഒരു വ്യക്തിക്ക് 1 മിനിറ്റിൽ കൂടുതലില്ല. കാരണം സമയക്കുറവുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ അതിന് ആദ്യമായിട്ട് ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ സഹോദരിയുടെ മകൾ മുന്നോട്ട് കടന്നു വന്ന് പറയുന്നതായിരിക്കും. ശോഭയേറുമോർ നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ നാഥൻ വാസം കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ എനിക്ക് പാടുവാൻ കഴിയില്ലെങ്കിലും 2 വരി പാടിയത് ഞങ്ങളുടെ ഒരു ശബ്ദം കേൾക്കുവാൻ പ്രിയ മാതാവ് കൊതിച്ചിരിക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത്, ജോലിക്ക് പോയിട്ട് വന്നാൽ അർദ്ധരാത്രികളിലിരുന്ന് പാടും. അവൻ്റെ പാട്ട് കേട്ട് ഈ ക്യാൻസറിൻ്റെ വേദനയിൽ ആശ്വസിച്ചിട്ടുണ്ട്. അമ്മയുടെ സാക്ഷ്യം പറയാൻ
ഒരു വാക്കുകൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ടോ തീരുന്ന സാക്ഷ്യമല്ല. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും കൊടുത്താലും പറയുവാൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമല്ലാതെ എൻ്റെ അമ്മയെക്കുറിച്ച് ദോഷമായി പറയുവാൻ ആർക്കും ഒന്നും കഴിയില്ല. ഞങ്ങളെ വളർത്തി കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് അമ്മയും അപ്പനും ഒരുമിച്ച് ഈ ദേശത്ത് കൂടുതൽ പപ്പയേക്കാൾ ഈ ദേശത്ത് കൂടുതലായി ഇറങ്ങി പ്രവർത്തിച്ചത് എൻ്റെ അമ്മയാണ്. അർദ്ധരാത്രികളൊന്നില്ല, രാത്രിയെ പോലും പകലാക്കി അമ്മ ഇവിടെയുള്ള ഓരോ വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടി അമ്മ കയറാത്ത ഭവനങ്ങളില്ല. എല്ലാ വീടുകളിലും പോയി പ്രാർത്ഥിക്കും, അവരോട് സുവിശേഷം പറയും, അവരുടെ കൈഷ്ടതകളിൽ കൈത്താങ്ങും. അങ്ങനെയായിരുന്നു അമ്മ കർത്താവിൻ്റെ വേല ചെയ്തത്. ഞങ്ങൾ പലപ്പോഴും അമ്മയെ വഴക്ക് പറയും, മക്കളോട് സ്നേഹമില്ല, മക്കളെ വേണ്ട, അമ്മയ്ക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞ് കാക്കാമുല ദേശം മാത്രം അമ്മയ്ക്ക് ഭരിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇതൊക്കെ അമ്മയ്ക്ക് നിത്യരാജ്യത്തിൽ ഓരോ പൊൻകിരീടം അതിൽ ചാർത്തുന്നുണ്ടെന്ന് പിന്നെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മ ഒത്തിരി ഓടി, അമ്മ ഒത്തിരി അധ്വാനിച്ചു, അമ്മ ഒത്തിരി സങ്കടങ്ങളും വേദനകളും അനുഭവിച്ചു. അമ്മയുടെ ഒത്തിരി ആഗ്രഹങ്ങൾക്ക് കർത്താവ് പൂർത്തീകരണം നൽകി. ഒത്തിരി ആഗ്രഹങ്ങൾ, അമ്മ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു. അതൊക്കെ ഈ അമ്മയ്ക്ക് കാണാൻ, മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സന്തോഷം കാണാൻ പലപ്പോഴും 2021 അമ്മയുടെ ജീവൻ പോകുന്നത് ICUയിൽ എൻ്റെ മുഖാമുഖം ഞാൻ കണ്ടതാണ്. പക്ഷേ അമ്മയുടെ ആഗ്രഹം നിവർത്തീകരിക്കാനുള്ളത് കൊണ്ട് അമ്മ തന്നെ അന്ന് ചോദിച്ച് 2021 ഫെബ്രുവരി മാസം 28-ാം തീയതി അമ്മൻ്റെ ജീവനെ തിരികെ മേടിച്ചു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പല കാര്യത്തിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ നഷ്ടമായി പോയ എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും അമ്മയ്ക്ക് കാണാനും അവസാന നിമിഷത്തിൽ അമ്മ ആരെയൊക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആരൊക്കെയായി അമ്മ പ്രവർത്തനങ്ങളിൽ പോയോ, എല്ലാവരെ കാണാൻ കർത്താവ് സഹായിച്ചു. എല്ലാം അതൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അത് മാത്രമല്ല, അമ്മ ജീവനോടെ ഇരുന്ന സമയം മുഴുവനും അമ്മയ്ക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും, അമ്മയ്ക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങൾ, അമ്മയ്ക്ക് വേണ്ട എല്ലാ വസ്ത്രങ്ങൾ, അമ്മയെ ശുശ്രൂഷിപ്പാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുമിച്ച് കൈത്താങ്ങുവാനും ഒരുമിച്ച് സന്തോഷത്തോടെ ആ സന്തോഷമൊക്കെ അനുഭവിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ദൈവം ഒരു ഭാഗ്യം ഒരുക്കി. കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രമീകരണം, നല്ലൊരു അടക്ക ശുശ്രൂഷ, അല്ലെങ്കിൽ നല്ലൊരു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അമ്മയുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു നിവൃത്തി ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് ഇതിനകത്തിരുന്നും ഞങ്ങളുടെ വീട്ടിനകത്തും പൂങ്കുളത്തെ വീട്ടിനകത്തിരുന്നും ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരുമാണ് ഇന്ന് ഇതിനകത്ത് ഈ ആലയത്തിനകത്ത് കുടുംബമായി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹത്തോടുകൂടെ ഞങ്ങൾക്ക് എല്ലാ ഞങ്ങൾക്ക് 2 മക്കൾക്കും ഞങ്ങൾ 2 മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം, ഞങ്ങൾ 4 കൊച്ചുമക്കളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. ആ 4 കൊച്ചുമക്കളെയൊക്കെ കാണാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി. ഇതിൻ്റെ വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂന് വലിയ നഷ്ടമായിരിക്കും. കാരണം ലോകത്ത് എൻ്റെ അമ്മയ്ക്ക് കിട്ടാവുന്ന എല്ലാം നല്ല ശുശ്രൂഷയും എൻ്റെ നാത്തും കൊടുക്കാനിടയായി. 2021 2022 എൻ്റെ ഡെലിവറി സംബന്ധിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്തത് എൻ്റെ നാത്തൂനെ ഞാൻ ഏൽപ്പിക്കുവാനിടയായി. പിന്നീട് എനിക്ക് അമ്മയുടെ കാര്യങ്ങളിലൊന്നും, അതുവരെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ കുളിപ്പിക്കാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല. അവളെല്ലാ കാര്യങ്ങളും പപ്പയും നാത്തൂനൂടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. ഞങ്ങൾ പോവും വരും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനൊക്കെ ദൈവനാമത്തിലുള്ള നന്ദിയും കടപ്പാടും. എനിക്കത് പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശുശ്രൂഷയിലെ ഓരോ ചവിട്ടുപടിയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളിവിടെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം തന്ന എല്ലാ നന്മകൾക്ക് പിന്നിലും എല്ലാ അനുഗ്രഹങ്ങൾക്ക് പിന്നിലും എൻ്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വിഷയം വന്നാൽ, ജസ്റ്റ് ഒരു രോഗം വന്നാൽ, ഞാൻ പോലും അറിയാതെ എൻ്റെ ഭർത്താവ് ഓടി വീട്ടിൽ ചെല്ലും, അമ്മയുടെ കാൽപാദത്തിൽ പോയിരിക്കും. കാരണം എൻ്റെ അമ്മ നല്ലൊരു ഡോക്ടറെ പോലെ, അമ്മ ഒന്ന് കൈവച്ചാൽ മതി, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത് വലിയ ബ്ലെസ്സിങ് ആണ്. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. തുടർന്നും പപ്പയെ ദൈവം അധികമായി കർത്താവ് ബലത്തോടെയും ആരോഗ്യത്തോടെയും കർത്താവ് പരിപാലിക്കട്ടെ. ഞങ്ങളുടെ പ്രൈഷ്യസ് ഫാമിലി ഗ്ലോബൽ എന്ന മിനിസ്ട്രിയുടെ എല്ലാവിധ ആശ്വാസങ്ങളും എൻ്റെ അമ്മയ്ക്ക് നേരും. എൻ്റെ മാതാവിനെ കുറിച്ചുള്ളതായ ഓർമ്മകാര്യാദികൾ
നമുക്ക് കേൾക്കുവാനിടയാക്കി തീർത്തു. ദൈവം അവരിലൂടെ ചെയ്തതായ നല്ല ദാനങ്ങൾ, നല്ല കാര്യാദികൾ അത് പലർക്കും പ്രചോദനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവരുടെ മകൻ ഒരു വാക്ക് പറയുവാൻ ഇല്ല. തുടർന്ന് പ്രിയ വിജയരത്നം പാസ്റ്റർ. ആയിരമായിരം നന്മകൾക്കായി പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാദനവനുണ്ട് ആയിരമായിരം നന്മകൾക്കായി പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. മാതനവനെന്നും കൂടെയുണ്ട് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയേത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയേത്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയ സഹധർമ്മിയുടേതായ യാത്രയയപ്പ് മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 5-6 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവൾ വളരെ രോഗിയായി ക്ഷീണിതയായി റോഡിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് റോഡ് വരെ വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച എല്ലാം കൂടി വാരിയെടുത്തുനിന്ന് എനിക്ക് പണി പോയേ പറ്റുള്ളൂ. നോക്കിയിട്ട് നടന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന്, കാരണം ഇവർ ലൈവിലായതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഞങ്ങൾക്കത് കേൾക്കാം, ഞങ്ങൾക്ക് പാടാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പ്രിയപ്പെട്ടവൾ പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും അല്ലാതെ ഊണിനും ഉറക്കത്തിനും എല്ലാം. കാരണം എന്താണ്, അവസാന നിമിഷമായപ്പോൾ അതെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ. കാരണം ഞങ്ങളുടെ വഴിയെ പോകുന്നവരൊക്കെ കാണും പ്രിയപ്പെട്ടവൾ അന്യഭാഷ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം കൊടുത്ത് കഴിഞ്ഞ ഹല്ലേലൂയ 38-39 വർഷം കർത്താവിൻ്റെ വേലയിൽ ഈ ദേശത്ത് ഓടി. ഇവിടെ ചില കുടുംബങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടതായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചു. അതിനുശേഷമായിട്ട് ഞങ്ങൾ ചില സങ്കടങ്ങളിലൂടെ മുൻപോട്ട് പോയെങ്കിലും അവിടെയൊക്കെ ഞങ്ങൾ പുറന്തള്ളപ്പെട്ട അവസ്ഥയിലായി. എങ്കിലും പിന്നത്തേതിൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്രമീകരണം സ്വർഗത്തിലെ ദൈവം 2 വ്യക്തികൾ കൂടെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് അതേ സ്തോത്രം, ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ ഒരു ഷെഡായിരുന്നു. ആ ഷെഡിൽ എപ്പോഴും ചോർച്ചയൊക്കെയാണ്. ഫിനിപ്പാസാണ് അതിനുവേണ്ടിയുള്ള സഹായമൊക്കെ ചെയ്തത്. എങ്കിലും അതിനുള്ള ക്രമീകരണം നല്ല രീതിയിൽ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നടന്നില്ല. എങ്കിലും അദ്ദേഹം ഇന്ന് രാവിലെ വിളിച്ച് എൻ്റെ സ്നേഹ ആദരാഞ്ജലികൾ എല്ലാവരെയും അറിയിക്കണമെന്ന് പറയുവാനിടയായി.
അത് ഞാൻ ഈ ദർശനത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ദേശത്ത് ഓടിയത് അധ്വാനിച്ചതും വൃതമായി പോയിട്ടില്ല. സ്തോത്രം. ഞങ്ങൾ അത് കഴിഞ്ഞ 2020 ശേഷം 19 ശേഷം എന്താണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ശുശ്രൂഷയ്ക്ക് ഇവിടെ നിന്ന് ചെയ്യാനുള്ള സഹകരണം പ്രിയപ്പെട്ട രോഗിയായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല. എങ്കിലും ദൈവം മകനെയും മരുമനെയും കുടുംബമായിട്ട് ദൈവം അതിനായിട്ട് എഴുന്നേൽപ്പിച്ചു. അവരെ പ്രത്യാശിക്കും, അവരെ താല്പര്യമൊക്കെ ആയതുകൊണ്ട് അവരെ അങ്ങ് ഏൽപ്പിച്ചു. അവരിന്ന് ഇത് മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്തോത്രം. ഇപ്പോൾ ആദ്യത്തേക്കാൾ അവസാനം വളരെ നന്നായി അനുഗ്രഹമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. പക്ഷേ ഇതിൻ്റെ അവസാന നിമിഷങ്ങളിലുള്ള സന്തോഷം കാണുവാൻ, ആത്മാക്കളുടെ കടന്നു വരും കാണുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഞങ്ങൾക്കതിൽ വളരെ ഭാരമുണ്ട്. അടുത്ത ആഴ്ച പ്രിയപ്പെട്ടവർ മറ്റൊരു സ്ഥാനത്ത് ഒരു ഹോളിൽ ആരാധന ആരംഭിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നടന്നില്ലെങ്കിലും എല്ലാം ദൈവം സന്തോഷമായി ദൈവം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയ്ക്കായിട്ട് നേതൃത്വം വഹിക്കുന്നതും ശുശ്രൂഷകൾ നടത്തുവാൻ കടന്നു വന്ന CIPCയുടേതായ എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഇന്ന് പകൽക്കാലം അറിയിക്കുകയാണ്. വളരെ വേദനയുണ്ട്, വളരെ ദുഃഖമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ 39 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷമായി, വളരെ അനുഗ്രഹമായൊക്കെ നടന്നു. ഒരു പ്രശ്നവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എങ്കിലും ഹാലേലിയ സ്തോത്രം. എല്ലാ സ്നേഹത്തിൽ മുമ്പോട്ട് ഇടയായി എന്നെ ഇത്രത്തോളം ധൈര്യമായും അത് നിർത്തിയത് പ്രിയപ്പെട്ടതായ ശുശ്രൂഷയും പ്രാർത്ഥനയുമാണ്. പലപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് വന്നെത്തി ഇവിടെ ഇവൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതെല്ലാം പ്രിയപ്പെട്ടത് എന്നെ ഏറ്റെടുത്ത് ചെയ്യുവാൻ പരിശുദ്ധ ദൈവം അതിനുള്ളതാണ് പ്രാഗൽഭ്യം ദൈവം കൊടുത്തു. ആ പ്രാഗൽഭ്യം ഇന്ന് മകൾക്ക് കൈമാറിയിരിക്കുകയാണ്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതേ സ്തോത്രം. നിങ്ങൾക്ക് ലൈവിലൊക്കെ ആ പ്രത്യാശ കാണുവാൻ കഴിയും. ദൈവം നിങ്ങളുടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തടന്നു പോകാൻ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ ആവശ്യന്മാർക്ക് ഒന്നുകൂടി വന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ റെജി ഒരു വാക്ക് സംസാരിക്കും. റെജി സഹോദരനുമുണ്ട്, ശശി സഹോദരനും, രണ്ടുപേരും ഓരോ വാക്ക്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്നുവെങ്കിലും സന്തോഷത്തോടെ പറയുവാൻ ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. എങ്കിലും പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയ മാതാവിനെ കാണുമ്പോഴൊക്കെ വളരെ പ്രത്യാശയുടെ വാക്കുകൾ, ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ. അതായത് ഒരുപക്ഷെ മാതാവിനെ ഞങ്ങൾ കാണുന്ന സമയത്ത് ശാരീരികമായി ഒരുപാട് ബലഹീനതയുടെ നടുവിലായിരിക്കും മാതാവ് ആയിരിക്കുന്നത്. എങ്കിലും മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ, വലിയ ദൈവകൃപയുള്ള വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. സഹോദരി പറഞ്ഞതുപോലെ മാതാവിൻ്റെ മരുമകനായ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകനായ കർത്താവിൻ്റെ ദാസൻ സ്തോത്രം അവിടെ പോകുമ്പോൾ മാതാവിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ദൈവവചനം പറഞ്ഞ് നമ്മൾ വായിക്കുന്നത് പോലെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയിലും മാതാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെയുള്ള വാക്കുകളായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് പുറമേ ക്ഷയിച്ചിരിക്കുന്നെങ്കിലും ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന അത്ഭുതകരമായ ദൈവകൃപയുള്ള ഒരു മാതാവായിരുന്നു എന്ന്. അങ്ങനെ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കതായ പ്രത്യാശയുടെ വാക്കുകൾ ഏത് ബലഹീനതയുടെ നടുവിൽ ആയിരുന്നപ്പോഴും
ദൈവത്തെ ഉയർത്തുവാൻ തക്കതായ ദൈവകൃപ സ്വർഗത്തിലെ ദൈവമാതാവിൻ്റെ ഉള്ളിൽ പകർന്നിരുന്നു. അതോർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ മാതാവിനെക്കുറിച്ച് അനേകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രയോജനപ്പെടുവാൻ കർത്താവ് കൃപ പകർന്ന് ഉപയോഗിച്ച കർത്താവിൻ്റെ ദാസിയാണ്. ആ ദൈവദാസിയെ ഓർത്ത്, മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പറയുവാനുള്ള വാക്കുകൾ ഇതുതന്നെയായിരിക്കും. മാതാവിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. എപ്പോഴും ഏത് വേദനയുടെ നടുവിൽ ആരായിരുന്നാലും ധൈര്യപ്പെടുത്തുന്ന, അവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ മാതാവിൻ്റെ വായിൽ നിന്ന്, അതരത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. മാതാവിൻ്റെ വിയോഗത്തിൽ വല്ലാത്ത ദുഃഖം എനിക്കും എൻ്റെ കുടുംബത്തിനും സഭയ്ക്കെല്ലാവർക്കുമുണ്ട്. എങ്കിലും ഇത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആകയാൽ സന്തോഷമുണ്ട്. കാരണം മാതാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ജീവിതാനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിപ്പാൻ മാതാവിന് കർത്താവ് കൃപ നൽകി. ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഭവിച്ചു പോയി, എന്തൊക്കെയോ പ്രാപിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണുവാനുണ്ടായിരുന്നു, അനുഭവിക്കുവാനുണ്ടായിരുന്നു, അതൊന്നും സാധ്യമായില്ല, സാധ്യമാകാതെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുവാൻ തക്കതായ ഒരു കാര്യവും മാതാവിൻ്റെ ജീവിതത്തിൽ ഇല്ല. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മാതാവിൽ ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി ദൈവം തികച്ചു. ഒന്നും ബാക്കി വയ്ക്കുവാൻ ഇല്ല. കർത്താവ് തന്നിൽ ഏൽപ്പിച്ച പ്രവൃത്തിയെ തികച്ചിട്ടാണ് ദൈവസന്നിധിയിൽ കർത്താവ് ചേർത്തത്. അതുകൊണ്ട് ദുഃഖം നമുക്കുണ്ടെങ്കിലും നമുക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ മാതാവിനെ സന്തോഷത്തോടെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും. മാതാവ് നമുക്ക് മുൻപിൽ വെച്ചിരുന്ന ആ മാതൃകയെ, അത് ആത്മീക ജീവിതത്തിലായിരുന്നാലും മറ്റ് ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിൽ നിന്നുള്ളതായിരുന്നാലും നമുക്ക് പിൻപറ്റുവാനും മാതൃകയാക്കുവാനും തക്കതായതാണ്. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മാതാവ് നമ്മുടെ മുൻപിൽ വെച്ചിരുന്ന ആ മാതൃകയെ പിന്തുടരാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സഭയിൽ ഓരോ പ്രിയപ്പെട്ടവരുടെ പേരിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ശശി സഹോദരൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആൻറ്റിയുടെ കാര്യം പറയുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യ. കാര്യം ഞങ്ങൾ ഈ നാട്ടിൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഇരിക്കുന്ന നാൾ വരെയും ഒരു സഹോദരനെന്ന നിലയിലും സ്വന്തം മകനെന്ന പോലെയും ഞങ്ങളെ കരുതി ഒരു മാതാവാണ് ഇപ്പോൾ ഇവിടെ നിദ്ര പ്രാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് വെള്ളേറി താമസിക്കുന്ന കാലത്താണ് അങ്ങളും ആൻറ്റിയും കൂടെ ഞങ്ങളെ കാണാൻ വന്നത്. ഞങ്ങൾ വിശ്വാസത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ കാണാൻ വന്നതും അന്ന് മുതൽ ഇന്ന് വരെയും പ്രിയ മാതാവും അങ്കളും ഈ കുടുംബവും ഞങ്ങളെ കരുതുന്നു. ഞങ്ങളെ സ്വന്തം സഹോദരനെ പോലെയോ മക്കളെ പോലെയോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഞങ്ങളെ ആൻറ്റിയും അങ്കിളുമൊക്കെ കരുതി. മാതാവിൻ്റെ വേർപാടിൽ വളരെയധികം ദുഃഖമുണ്ട്. എങ്കിലും കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ്. ആ ഒരു ആശ്വാസം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും. പ്രിയ മാതാവിനെ കുറിച്ച് ഒത്തിരി പറയണമെന്ന് ഉണ്ട്, പക്ഷേ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് CIPC എന്ന സംഘടനയെ, കൗൺസിൽ ഫോർ ഇൻഡിപെൻഡൻറ്റ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ അതിൽ അഡ്വൈസറി ബോർഡ് ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജയദാസ് മാസ്റ്റർ അവர்கள். ദൈവത്തിന് സ്തോത്രം.
വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്ന നന്ന് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ മാതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ, ബന്ധുക്കൾ, ചർച്ചക്കാരായി സഭാവിശ്വാസികളോടൊപ്പം ഞാനും പങ്കുചേർന്നുകൊണ്ട് അവർ ജീവിച്ചിരുന്ന കാലത്തെ അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. കോവളം സ്വദേശിയായി ഞാൻ 1990 മുതൽ പൂങ്കളം ദേശത്ത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നപ്പോൾ അന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജഡ്ജി സോമൻ അവരുടെ വീടാണ് ഞങ്ങൾക്ക് ആരാധനയ്ക്കായിട്ട് വിട്ടുതന്നത്. അന്ന് ഞാൻ ഈ മാതാവിനെ കണ്ടിട്ടുണ്ട്, ആരാധനയ്ക്ക് വേണ്ടി വില കൊടുത്തത്. അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് വന്ന പ്രാർത്ഥന. അത് നീതിയായി ദൈവം കണക്കിട്ടത് കൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപേ അവരുടെ മകള് കുടുംബമായി കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്തത്. ഞാൻ അവിടെ നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ മരണം. അതിനോട് നമുക്ക് വേറെ ഒന്നിനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു കല്യാണമാണ് നിശ്ചയിച്ചെന്നാലും മരണത്തോടുള്ള ബന്ധത്തിൽ അതിനെ മാറ്റിവെക്കും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം വരെയും മക്കളോടും മരുമക്കളോടും കുഞ്ഞുമക്കളോടും ബന്ധുക്കളോടും ചർച്ചക്കാരോടും സഭാവിശ്വാസികളോടും പ്രാർത്ഥനയിലും സ്നേഹത്തിലും സഹകരണത്തിലുമായിരുന്ന വാത്സല്യ മാതാവ് ആ മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോഴും ദൈവദാസനുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ ദൈവമേ യേശുവ പ്രാർത്ഥിക്കണം എന്ന വാക്ക് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. നോക്കൂ, ആ സമയത്തും ഉള്ളിൻ്റെ ഉള്ളറകളിൽ യേശുവിനെ കുറിച്ചുള്ള ചിന്ത. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? മറുപടി, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ജീവിക്കും. അങ്ങനെയെങ്കിൽ മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത് സ്വർഗത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട് അവർ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവരുടെ കഴിഞ്ഞ കാലപ്രദം അറിയാമെന്നുള്ളതുകൊണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള മാതാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി വീണ്ടും കർത്താവിനോടുകൂടെ വാഴുവാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നത് പറഞ്ഞുകൊണ്ട് CAPCയുടെ പേരിലുള്ള അനുശോചനം അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. അടുത്തതായി ലജു പാസ്റ്റർ അവർ മുന്നോട്ട് കടന്നു വന്ന് നാഷണൽ ട്രഷറായിട്ട് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാല ഈ ശുശ്രൂഷയിൽ അധ്യക്ഷനായ കർത്താവിൻ്റെ ദാസൻ, മറ്റു ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തുള്ള ക്രിസ്തി വന്ന ചൊല്ലി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല കർത്താവിൻ്റെ ദാസിയുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ പ്രിയ പാസ്, തൻ്റെ മക്കൾ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, മറ്റെല്ലാവരെയും കർത്താവ് ധാരാളമായി അവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്താലും കർത്താവിൻ്റെ സാന്നിധ്യത്താലും ദൈവമേ ആശ്വസിപ്പിക്കട്ടെ. ഇവിടെ എനിക്ക് മുൻപായി അനുശോചനങ്ങളും പ്രത്യാശയൊക്കെ പറഞ്ഞ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ നമ്മളെ വിട്ട് കടന്നുപോയ പ്രിയ മാതാവിനെ പിന്നെയും കാണാമെന്നുള്ളൊരു ക്രിസ്തീയ പ്രത്യാശ ദൈവമക്കൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം വളരെ വ്യക്തമായി മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പറയുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് ഒക്കെ പറയുന്നത്, ഞങ്ങൾ പുനരുത്ഥാനം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പുനരുത്ഥാനമില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസവും പ്രസംഗവും ഒക്കെ വ്യർത്ഥമാണ്. ആ പുനരുത്ഥാനത്തിൻ്റെ നിരയിൽ പൗലോസ് ആദ്യം പറയുന്നത് ആദ്യഫലമായ യേശു ക്രിസ്തു. നമുക്കറിയാം, യേശു ക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യമായി ഉയർത്തെഴുന്നേറ്റ വ്യക്തി. നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലും പല ഭക്തന്മാർ മരിച്ചു ഉയർത്തെഴുന്നേറ്റ്, പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ അഹീകാല ശുശ്രൂഷയിൽ പലരും മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലിക കാലഘട്ടത്തിലും 1-2 പേരെ അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചു. അവരൊക്കെ മരിച്ചു അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റെങ്കിലും പിന്നെ ഈ ലോകത്തിൽ അവർ സാധാരണ ജീവിതം നയിച്ചു. സ്വാഭാവികമായി വീണ്ടും അവർ മരിച്ചു. എന്നാൽ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും
പുനരുത്ഥാന ശരീരത്തോടുകൂടെ ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ നിരയിൽ ആദ്യഫലമായ യേശു ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അങ്ങനെയെങ്കിൽ നിശ്ചയമായും അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുമ്പോൾ സഭയുടെ ഉൾപ്രാവണത്തെക്കുറിച്ചാണ് ആ ഭാഗം പറയുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഈ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. മരിച്ചുപോയ അല്ലെങ്കിൽ ആ ദൈവമക്കൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് എപ്പോഴെന്ന് 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 13 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ അത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവെങ്കിലാണ് ഈ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെങ്കിൽ അന്ന് ഈ മാതാവിനെ നമുക്ക് അല്ലെങ്കിൽ ഇന്ന് താൽക്കാലികമായി വിട്ടുപിരിഞ്ഞെങ്കിലും അന്നൊരിക്കലും വിട്ടുപിരിയാതെ വണ്ണം യേശു ക്രിസ്തുവിനോടുകൂടെ എന്നും വാഴുന്ന ഒരു അവസ്ഥയിൽ ഈ മാതാവിനെ പിന്നെയും കാണാമെന്നുള്ളൊരു പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശയിൽ ഇന്ന് പകൽ നമ്മെ എല്ലാവരും ദൈവം നിറയ്ക്കട്ടെ. അല്ലെങ്കിൽ പ്രത്യേക അല്ലെങ്കിൽ CAPC നാഷണൽ കമ്മിറ്റിയുടെയും എൻ്റെയും നെടുമങ്ങാട് താലൂക്കിൻ്റെ വ്യക്തിപരമായ അനുശോചവും ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഇസഹാക്ക് പാസ്റ്റർ. 1 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. സ്തോത്രം. കൈപ്പണിയല്ലാത്ത നാടതേ കനക നിർമ്മിതമ മണിമേടയിൽ, കൈപ്പണിയല്ലാത്ത നാടതേ കനക നിർമ്മിതമ മണിമേടയിൽ, മുൾമുടി ചൂടിയ യേശുവേ പൊന്മുടിയോടെ ഞാൻ കണ്ടിടുമേ, മുൾമുടി ചൂടിയ യേശുവേ പൊന്മുടിയോടെ ഞാൻ കണ്ടിടുമേ. ഹല്ലേലൂയ ഘോഷം കേൾക്കുന്നേ, അങ്ങു പോയി ഞാനും പാടുമേ. ഹല്ലേലൂയ ഘോഷം കേൾക്കുന്നേ, അങ്ങു പോയി ഞാനും പാടുമേ. ഇൻപ വീട്ടിൽ ഞാൻ എപ്പോൾ ചേരും സ്നേഹസ്വരൂപനാം നാഥ, ഇൻപ വീട്ടിൽ ഞാൻ എപ്പോൾ ചേരും സ്നേഹസ്വരൂപനാം നാഥ. ഹല്ലേലൂയ. ഇന്നീ പകൽക്കാലം ഇവിടെ കടന്നു വന്ന് ഈ മാതാവിൻ്റെ വേർപാടോടനുബന്ധിച്ച് ഒരു വാക്ക് പറയുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കപ്പെട്ട സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയും സമയം മുമ്പിലില്ല, എങ്കിലും 1-2 വാക്കുകൂടെ പറഞ്ഞാനിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ധന്യമായ ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഇവിടെ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ബന്ധുമിത്ര, ചാർച്ചക്കാരൊക്കെയുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവമായ കർത്താവിൽ ശരണപ്പെടട്ടെ. നാം പറയുന്ന പോലെ ഇന്നൊരു യാത്രയപ്പ് ആണ് ഈ മാതാവിന് കൊടുക്കേണ്ട സ്തോത്രം. ഇവിടെ വാക്കുകളില്ല, ഭാഷാണമില്ലാതെ ഭൗതികമായ ശരീരം കേൾക്കുന്നില്ല, എങ്കിലും നമുക്കൊരു യാത്രയപ്പ് അയക്കേണ്ട അത്യാവശ്യമായിരിക്കും. എന്നാൽ എങ്ങോട്ടാണ് യാത്രയപ്പ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ താൻ പ്രത്യാശയുടെ നാട്ടിലെ ഇൻപം വെച്ച പ്രതീക്ഷയിൽ കടന്നു പോയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലൊരു വേർപാട് നാം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. സമയത്തിന് അസമയത്ത് ഒരുങ്ങിയിരുന്നാൽ ഇതുപോലെ വേർപാടിൽ പങ്കെടുക്കാം. ഹല്ലേലൂയ. കർത്താവ് ആ തുറമുഖത്ത് എത്തുവാൻ നല്ല അവസരമുണ്ട്. എങ്കിൽ ദൈവമായ കർത്താവിനെ മറയ്ക്കുമാറാകട്ടെ. എപ്പോഴും നമുക്ക് അനുകൂലമായി തന്നല്ലോ, അതിനാൽ ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ചില നിമിഷം കഴിയുമ്പോൾ തനിക്ക് ഒരുക്കപ്പെട്ടതായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിനായി നാം സന്തോഷത്തോടെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് CAPCയുടെ പേരിൽ ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിരിക്കുന്നു. സ്തോത്രം. തുടർന്ന് ഈ കുടുംബത്തിലെ ബന്ധുവായ സാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി പാസ്റ്ററാണ്. അദ്ദേഹം
മുന്നോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പറയുന്നു. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, ആ പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ, ആ പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ, എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള, ആ സ്വർഗീ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള. ദൈവത്തിന് സ്തോത്രം. ദുഃഖസാന്ദ്രമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. സമയമില്ലല്ലോ, ഒത്തിരി കാര്യം പറയണമെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് അധ്യക്ഷം വഹിച്ച എല്ലാ ദൈവദാസന്മാർക്കും മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുടുംബത്തിൽ പെട്ടതായ എൻ്റെ സഹോദരിയാണ് ഈ വാത്സല്യ സഹോദരി കർത്തൃദാസൻ്റെ. ഹല്ലേലൂയ. ഞങ്ങളെ ഏറ്റവും ബന്ധുക്കളും ചാർച്ചക്കാരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേക്കല കൂടിയാണല്ലോ എനിക്ക് അനുശോചനം തന്നത്. ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ സഹോദരി ഇൻപങ്ങളുടെ പ്രതീക്ഷയിലേക്ക് കഴിഞ്ഞ ദിവസം പോയി. ഹല്ലേലൂയ. മരിച്ചുപോയി, ഇനി ഒരിക്കൽ കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ദാവീദ് പറഞ്ഞു, തൻ്റെ മകന് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ധാരാളം പ്രാർത്ഥന കഴിച്ചതിന് ശേഷം തൻ്റെ മകൻ മരണപ്പെട്ടു. എന്താണ് സംഭവിച്ചെന്നറിയാതെ ദാവീദ് പല്ല് തേച്ച് ഹല്ലേലൂയ കുളിച്ച് ഹല്ലേലൂയ ആലയത്തിൽ പോയി ആരാധിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യുന്ന കണ്ടപ്പോൾ പ്രഭുക്കന്മാരും മറ്റെല്ലാം അമ്പരന്ന് വിരച്ചടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം വരെയും കഴിഞ്ഞ നിമിഷം വരെയും ഞാൻ എൻ്റെ മകന് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ എനിക്ക് തന്നില്ല. ഇനി നമുക്ക് ഒരുമിച്ച് ചെന്ന് കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദാസി ഇനി വന്നിവിടെ കാണാൻ പറ്റത്തില്ല, വരത്തുമില്ല. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശ നമുക്ക് വേണം. അത് തന്നെ എന്ത് ചെയ്യണം? അവർ ഭജിച്ചതായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹല്ലേലൂയ വിശുദ്ധമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് അവസാനത്തോളം കഷ്ടതയിലും വേദനയിലും നെടുവീർപ്പിലും ഹല്ലേലൂയ കർത്താവിൽ തന്നെ പ്രത്യാശ വെച്ച് കർത്താവിൻ്റെ പൊന്മുഖം നോക്കുന്ന ഓരോ വ്യക്തിക്കും അവിടേക്ക് ചെന്ന് കണ്ട ഈ വ്യക്തിയെ ചെന്ന് ഡാളി എന്ന ഈ മഹാപ്രതിഫലത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശ ഉള്ള ഈ കേൾക്കുന്ന എല്ലാവരും ആരെങ്കിലും ഈ അവസ്ഥയിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി വിശ്വാസത്തോടെ മുന്നേറുവാൻ കർത്താവ് ആമയെ ഭാഗ്യം തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആമേ ഹല്ലേലൂയ എനിക്ക് ഈ സമയം തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിൽ പ്രതിനിധീകരിച്ച് ഇന്ന് ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള സ്റ്റേറ്റ് ഹല്ലേലൂയ പാറശാല സെൻറ്ററിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മറ്റേ ഈ കുടുംബങ്ങളുടെ എല്ലാവരുടെയും പ്രതി എന്ന നിലയിൽ ഞാൻ അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവസേന ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ചില നാളുകൾ രോഗിയായ അവസ്ഥയിൽ തൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ അടിയനും കടന്നുപോയി ആ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും കാണുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. 3-4 പ്രാവശ്യം മാത്രമേ കടന്നുപോയി കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ആ സമയത്തൊക്കെയും അവർ വളരെ സന്തോഷവതിയായി, വേദന ഉള്ളിലടക്കിയെങ്കിലും സന്തോഷത്തോടുകൂടെ ആയിരുന്നു. പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി നിങ്ങൾ പോയാലും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തുടർന്ന് ഒരു ആളുകൂടി നമ്മുടെ മധ്യേ സാക്ഷ്യം പറയേണ്ടതുണ്ട്. ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധുവായ നമ്മുടെ
സെൽവരാജ് പാസ്റ്റർ. ആ പ്രിയ മാതാവിൻ്റെ സഹോദരനാണ് അദ്ദേഹം സാക്ഷി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ 4ാമത്തെ സഹോദരിയാണ് ഡാളി ചേച്ചി. സങ്കടമുണ്ട്, വേദനയുണ്ട്. ചേച്ചിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളെ കുടുംബത്തിൽ 6 പേരാണ്. ഞാനും എൻ്റെ അണ്ണനും എൻ്റെ ചേച്ചിമാർ 4 പേര്. 4ാമത്തെ സഹോദരിയാണ്. ഞാനും ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു കുറ്റിലെ കിളി പോലെ. എന്നെ വിളിക്കുന്നത് അപ്പി എന്നാണ് വിളിക്കുന്നത്, വേറൊരു വാക്ക് എന്നെ വിളിച്ചിട്ടില്ല. ഒരു വിഷയം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും കൂടപ്പുറപ്പിന് വേണ്ടി ഓടുകയും, അങ്ങനെ ഇരിക്കുമ്പം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവം ഒരു പ്രത്യേക ഒരു കൃപ ദൈവം നൽകി. കർത്താവിൻ്റെ വേലയ്ക്ക് വചനം പറഞ്ഞതുപോലെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിനായി സ്വർഗത്തിൽ കഴിഞ്ഞ ദിവസം കയറിപ്പോയി. എപ്പോഴും പ്രാർത്ഥനയും പാട്ടും ആരാധനയും എന്നെ ഈ വീടിൽ ഈ സുവിശേഷ കോളത്തിലേക്ക് ശുശ്രൂഷകനാക്കി എൻ്റെ ആ ചേച്ചിയും എൻ്റെ അളിയനുമാണ്. പ്രാർത്ഥനയിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഓടി ആശ്വാസവാക്കുകൾ പറയുകയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരിയാണ്. ഏതായാലും കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്തു. എൻ്റെ അളിയനും എൻ്റെ ചേച്ചിയെ പൊന്നുപോലെയൊക്കെ നോക്കി. വിജയും കുടുംബമൊക്കെ പൊന്നുപോലെ നോക്കി. എനിക്ക് കടന്നു വരാനോ നോക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം. നിങ്ങൾ വിചാരിക്കാൻ ഞാൻ കണ്ണ് തിരിച്ചു വെച്ചിങ്ങനെ കണ്ണിന് കാഴ്ച ഇല്ല. ഞാൻ രോഗിയാണ്. 2020 ഞാൻ ലോകം വിട്ട് മാറ്റപ്പെട്ടാടേണ്ടതാണ്. പക്ഷെ അവിടെ നിന്നും ആയുസ് തന്ന് വച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അമ്മ യേശുക്രിസ്തുവിൽ ഒരു വാക്യം നൽകി. നമ്മളെ ലക്ഷ്യം ഇവിടെയല്ല. അഭിഷേകം പ്രാപിച്ച വ്യക്തി, ആത്മാവ് പ്രാപിച്ച വ്യക്തി, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. ഞാനും എൻ്റെ അജുമർ പാർഷ മുമ്പേ സുഖമായിരിക്കുമ്പോൾ വന്നു പ്രാർത്ഥിച്ച് എനിക്ക് വയ്യെങ്കിലും പാർസാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അദ്ദേഹം ലോകത്തൊന്നും മാറ്റപ്പെട്ടു. പക്ഷേ എങ്കിലും എൻ്റെ സഹോദരി പ്രത്യാശ വച്ച നാട്ടിൽ ഭർത്തറിയില്ല, പട്ടിണിയില്ല, രോഗമില്ല, പരിഹാസമില്ല, ഒറ്റപ്പെടുത്തലില്ല. ആ രാജ്യത്ത് സന്തോഷം, ദൂതന്മാരോടുകൂടെ കർത്താവിനോട് സന്തോഷിക്കുമ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന ദൈവം നമ്മൾ ആശ്വസിക്കട്ടെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ ചില മണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ലോകചന്ദ്രദാസിയെ അമ്മ യാത്രയിപ്പിക്കാൻ നോക്കി. ഇനി നമുക്ക് കാണാനുള്ളത് അവിടെ ചെന്നേ കാണാൻ പറ്റുകയോ പറയുന്നതുപോലെ ദേഹദരിദ്രനായാലും എൻ്റെ പ്രിയൻ അവിടെ വെച്ച് കാണാമെന്നുള്ള ആ പ്രത്യാശ എനിക്ക് കൊണ്ട് അമ്മയെ എൻ്റെ വാക്കുകൾ നിൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ എന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. അതിൻ്റെ 1-2 ചരണങ്ങൾ മാത്രം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദപൂർണ്ണരെ കാണുന്നല്ലോ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദപൂർണ്ണരെ കാണുന്നല്ലോ.
ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന ഗോപി പാസ്റ്റർ അവറുകളെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖവേളയിലും സർവശക്തനായ ദൈവത്തിൻ്റെ പൊന്മുഖത്തെ നോക്കി പാർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 39 വർഷം കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ആമേൻ ഈ ലോകം വിട്ട് കടന്നുപോയ വാത്സല്യ മാതാവിന് നല്ലൊരു യാത്രയയപ്പ് നൽകുവാനത്രേ അവരുടെ ഭർത്താവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ അവരോടൊരുമിച്ച് അവരുടെ ബന്ധുക്കൾ, മിത്രങ്ങളായി, സഭയിൽ വിശ്വാസികളായി, കൂട്ടുപ്രവർത്തകരായി നാം കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 39 വർഷം കർത്താവിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. സ്തോത്രം. എല്ലാവരും ഉത്സാഹത്തോടിരിക്കണം. വാത്സല്യ മാതാവ് അവർ പ്രിയം വച്ച ഇൻപങ്ങളുടെ പ്രതീക്ഷയിൽ ചെന്നെത്തിയിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചും കരഞ്ഞും വിലപിച്ചിരിക്കേണ്ടവരല്ല. അവരുടെ പാത പിന്തുടർന്ന് ആ ഇൻപങ്ങളുടെ പ്രതീക്ഷയിൽ നമ്മളും അർഹരായി തീരേണ്ടുന്നതിന് അതിനായി ഓടുക, അതാണ് നമ്മുടെ ദൗത്യം. സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതെല്ലാം മറക്കുന്നു, പരമളിയുടെ ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഒരു ഓട്ടം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വാത്സല്യ മാതാവ് 39 വർഷം ഈ ദേശത്തിൽ അധ്വാനിച്ചു കർത്താവിന് വേണ്ടി. അവിടെ നല്ല പ്രവർത്തനങ്ങൾ, അവിടെ നല്ല പ്രവൃത്തി നമ്മളെ മുഖമുദ്രയായി സ്വീകരിച്ചുകൊണ്ട്, സ്തോത്രം, നമ്മൾ ഓരോരുത്തരും അവർ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്ന മാതൃക പിന്തുടർന്ന് യേശു കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. സഭയിൽ വിശ്വാസികളും ബന്ധുക്കളും മിത്രങ്ങളും കൂട്ടുപ്രവർത്തകരുമായി ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും. കർത്താവിൻ്റെ സഹദാസൻ ബുദ്ധിമുട്ടോടെ പറഞ്ഞു 2 മണിക്ക് നമുക്ക് ഭൗതിക ശരീരം എടുക്കണം. പക്ഷെ സമയമായി 2 മണിയാകാൻ പോവുകയാണ്. 2 മണി എന്നുള്ളത് 2:10, ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും. 2:10 ആകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഭൗതിക ശരീരത്തെ കൊണ്ടുപോകാം. സ്തോത്രം. ഒരു വാക്യം വായിച്ച് 1-2 ഭാഗങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ച് ആമേൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഒന്നുകൂടെ വായിക്കുന്നു: ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. മരണം അതൊരു യാദൃച്ഛിക സംഭവമല്ല, അത് നിശ്ചയമായൊരു കാര്യമാണ്. മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇത് നിശ്ചയമായൊരു കാര്യം. ജനിച്ചാൽ ഒരു മരണമുണ്ട്, അത് യാദൃച്ഛിക സംഭവമല്ല, അത് നിശ്ചയമായ കാര്യമാണ്. അത് എപ്പോൾ, എവിടെ വച്ച്, എങ്ങനെ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. സ്തോത്രം. ഈ ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കുക, എന്താണ് മരണം? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക, അതാണ് മരണം. മരണം മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥ അതാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. പൗലോസ് പറയുന്നു, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. ഒന്ന്, ഈ ജഡത്തിൽ ജീവിച്ചിരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവസഭയെ ഓർക്കുമ്പോൾ, ദൈവവേലയെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ശരീരത്തിലിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് എന്താണ് ഓടിപ്പിക്കുന്നത്? അത് അത്യുത്തമമല്ലോ. ഹല്ലേലൂയ. അപ്പുറത്തൊരു വാക്കില്ല കേട്ടോ അതിന്. നോക്കുക, വിട്ടുപിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ മരണം മുഖാന്തരം നാം ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് പോലെ അത്യുത്തമമായ കാര്യം ലോകത്തിൽ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ആഗ്രഹമല്ലേ നിങ്ങൾ? ആരും ഉണ്ടായിരിക്കുന്നു. സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ഈ ശരീരം, വാത്സല്യ മാതാവ് 2-3 വർഷം വളരെ കഷ്ടപ്പെട്ടു.
അവർ സഹിച്ചു. ക്രിസ്തു നിമിത്തം അവർ സഹിച്ചു. അവസാനത്തെ ഒരാഴ്ച കേട്ടുവല്ലോ, പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരാഴ്ചത്തെ പ്രവർത്തനം. അതിന്മേലുള്ള പ്രത്യാശ, ക്രിസ്തുവിനോടുള്ള പ്രത്യാശ, അവരുടെ യാത്ര അടുക്കാറായി എന്നുള്ള ചിന്ത അവരെ ഭരിച്ചപ്പോൾ അധികമായി അവർ ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. നാമും ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കേണ്ടവരാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഇരിക്കണമെങ്കിൽ ചിലതെല്ലാം അതിനു മുമ്പേ നമ്മൾ വിട്ടുപിരിയണം. ഹല്ലേലൂയ. നോക്കൂ, പൗലോസ് പറയാണ്, ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ പറയാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. നോക്കുക, തനിക്ക് ലാഭമായിരുന്നത്, തനിക്ക് പ്രശംസിക്കുവാനുള്ളത്, ക്രിസ്തുവിനേക്കാൾ അധികമായി പ്രശംസിപ്പാനുള്ളത് തൻ്റെ ജാതിയിലും തൻ്റെ മതത്തിലും തൻ്റെ പഠനത്തിലും ഒക്കെയായിരുന്നു. പറയാണ്, ഞാൻ ചില്ലറക്കാരനൊന്നുമല്ല, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ യഹൂദ ജാതിക്കാരനാണ്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്. ഇതെല്ലാം വാസ്തവമായ കാര്യമാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇതെല്ലാം തൻ്റെ പ്രശംസാ വാക്യങ്ങളായിരുന്നു. എന്നാൽ താൻ അവസാനം എന്താണ് പറയുന്നത്? ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണുന്നു. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കണം, നമുക്ക് ലാഭമായി തോന്നുന്നതിന് നാം നഷ്ടമെന്നെണ്ണണം. യേശു ക്രിസ്തു നിമിത്തം പൗലോസ് പറയുന്നത്, ഞാൻ ചപ്പെന്നും ചവരെന്നും എണ്ണുന്നു. നമ്മൾ പലതും വലതെന്ന് പിടിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നമുക്ക് വലുതായി തോന്നും, യേശുവിനേക്കാൾ വലുത്. പൗലോസിനും അങ്ങനെ തോന്നി. പക്ഷെ പിന്നത്തേതിൽ വലിച്ചെറിഞ്ഞു, അതെല്ലാം വിട്ടുപിരിഞ്ഞു. തൻ്റെ മാതാപിതാക്കളെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ ജാതിക്കാരെ, അവൻ എല്ലാം വിട്ടുപിരിഞ്ഞു. എന്തെല്ലാം കളയാനുണ്ടോ അതെല്ലാം വിട്ടുപിരിഞ്ഞു. സ്തോത്രം. വിട്ടുപിരിയാതെ ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ കഴിയില്ല. പലതൊക്കെ വിട്ടുപിരിയണം. നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടുപിരിയണം. ഈ മാതാവ് ശരീരത്തെ വിട്ടുപിരിഞ്ഞ് ഇൻപങ്ങളുടെ പ്രതീക്ഷയിൽ യേശുവിനോടുകൂടെ ഇരിക്കുകയാണ്. അതുപോലെ നാമും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഇൻപങ്ങളുടെ പരദീസയിൽ യേശുവിനോടുകൂടി ഇരിക്കണമെങ്കിൽ അതിനു മുമ്പേ വിടേണ്ടതെല്ലാം വിടണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവങ്ങളിൽ പലതും വിടാനുണ്ട്, നമ്മുടെ സംസാരങ്ങളിൽ പലതും വിടാനുണ്ട്, നമ്മുടെ പ്രവൃത്തിയിൽ പലതും വിടാനുണ്ട്, നമ്മുടെ ഭക്ഷണ പാനീയങ്ങളിൽ പലതും വിടാനുണ്ട്. അതെല്ലാം വിട്ടുപിരിയണം. അതിനോടെല്ലാം ടാറ്റ പറയണം. പറഞ്ഞിട്ട് യേശുവാണ് വലുത് എന്നുള്ള ചിന്തയിലേക്ക് വരണം. സ്തോത്രം. വിട്ടുപിരിയേണ്ടതല്ല, അല്ലെ കൂടെ വരും. ഇതെല്ലാം കൂടെ വരും. നമുക്കറിഞ്ഞൂടെ, ഒരു വാക്യം വായിക്കുന്നല്ലോ, വെളിപ്പാട് 14:13. എന്താണ് വായിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. 13 വാക്യം ഒന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കുക. വെളിപ്പാട് 14:13. അതല്ല, അതല്ല, 14:13 വർഷം. എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നോക്കുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതുകയാണ്, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ വാത്സല്യമാതാവിനെ പോലെ അവരിപ്പോ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇതുവരെ പ്രയത്നിച്ചു, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവ വിളിക്കൊത്തവണ്ണം അവർ നന്നായി അധ്വാനിച്ചു, നന്നായി പ്രവർത്തിച്ചു.
ഇപ്പോൾ കർത്താവ് തീരുമാനിച്ചു അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമിക്കട്ടെ. വിശ്രമത്തിലേക്ക് കർത്താവ് സ്വീകരിച്ചിരിക്കുകയാണ്. സ്തോത്രം. പക്ഷേ അതിൻ്റെ അടുത്ത് വായിക്കുന്നത് അവരുടെ പ്രവൃത്തി അവരുടെ പിന്തുടരും കേട്ടോ. നമ്മുടെ പ്രവൃത്തിയെ വിട്ടുപിരിയാതെ നാം ശരീരം വിട്ട് അഥവാ മരണം വഴി പോകേണ്ടി വന്നാൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരും. സ്തോത്രം. വേറൊന്നും കൊണ്ടുപോകാനൊക്കെയില്ല, വേറൊന്നും കൂടെ വരിയില്ല. നീതിസാരത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതന്തവ ഗജന്തം അനുഗജതി എന്ന് പറഞ്ഞ അർത്ഥം ഗൃഹേ നിവർത്തൻ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് അർത്ഥം ഗൃഹേ നിവർത്തൻ നമ്മുടെ വീട്ടിനകത്തിരിക്കും. പിന്നെ ശ്മശാനേ പുത്രബാന്ധവ നമ്മുടെ ബന്ധുക്കളും പുത്രന്മാരും എല്ലാവരും ശ്മശാനം വരെ, നമ്മുടെ ശവകുടീരം വരെ വരും, നമ്മളെ കല്ലറ വരെ വരും. അപ്പുറത്ത് ആരും വരികയില്ല. പിന്നെ എന്തോ വരും? സുഹൃതം ദുഷ്കൃതഞ്ചവ ഗജന്തം അനുഗജതി. നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് സുഹൃതവും ദുഷ്കൃതവുമായ എല്ലാ കാര്യങ്ങളും നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ബൈബിള് അത് വ്യക്തമായി. അതുവരെ കർത്താവ് വെള്ളസിംഹാസനം വെച്ച് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് വരെ ന്യായം വിധിക്കുന്ന ആള് എന്ന് പറഞ്ഞ ഭൂമിയിലെ സകല മാനവരാശിയെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായവിധി ദിവസം വരെ സ്തോത്രം അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ദൈവം വിടുകയില്ല. അന്ന് ദൈവം വിളിക്കും, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടെയും അറിയുന്നു, എൻ്റെ ജനമോ അവർ ഗ്രഹിക്കുന്നില്ല, ന്യായപ്രമാണം അറിയുന്നതുമില്ല. കേട്ടോ സ്തോത്രം. നമ്മൾ ചെയ്തു കൂട്ടുന്നത് മാനസാന്തരപ്പെടാതെ മരിക്കേണ്ടി വന്നാൽ ഇതെല്ലാം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടുക. അതാണ് യേശു പറഞ്ഞത്. ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഈ ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുന്നത് പോലെ നാം മരണം മുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്തോത്രം ദൈവമക്കളെ, നാം കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ ഹല്ലേലൂയ. നമുക്കൊന്ന് ചെയ്യാം. ഇപ്പോൾ നാം ജീവിച്ചിരിക്കുമ്പോൾ വിടേണ്ടതെല്ലാം വിടാം. നമ്മെ മൃഗപ്പറ്റുന്ന പാപങ്ങളെല്ലാം വിടാം. അപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ അമ്മ വിട്ടതുപോലെ വിട്ടിട്ട് കർത്താവിൻ്റെ ഒടുവിൽ പറഞ്ഞു, സ്തോത്രം, ഒന്ന് ഞാൻ ചെയ്യുന്നു, എല്ലാം മറക്കുന്നു, പിൻപിലുള്ളതെല്ലാം മറക്കുന്നു. എൻ്റെ മുൻപിൽ ഒരു പരമവിളി എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ യേശുവിൻ്റെ വിളി, പരമവിളി, സ്വർഗീയ വിളി. ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നാം ഓരോരുത്തരും. ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി നമുക്ക് ഓരോരുത്തർക്കും ആമേൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ എതിരേൽക്കുവാനോ അല്ല മരണത്തെ എതിരേൽക്കുവാനോ ഒരുങ്ങി യോഗ്യരായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമയമറിയില്ലല്ലോ, ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും നമ്മുടെ കണ്ണുകളടയ്ക്കാം. സർവശക്തനായവൻ്റെ സന്നിധിയിൽ ആമേൻ ഈ 39 വർഷം കർത്താവിന് വേണ്ടി ഓട്ടം തികച്ച മാതാവിനെ ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതുപോലൊരു ഓട്ടം നമ്മുടെ മുമ്പിലും കർത്താവ് വച്ചിരിക്കുകയാണ്. സ്തോത്രം. ആ ഓട്ടം നാം ഏറ്റെടുത്തുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ അവൻ ജീവിക്കുന്നത് ക്രിസ്തുവും ആമേൻ മരിക്കുന്നത് ലാഭവും. ആമേൻ അതുപോലൊരു ജീവിതം കാഴ്ചവെപ്പാൻ തക്കവണ്ണം ഞാൻ ആമേൻ ആ ഓട്ടം നല്ല പോറ് പൊരുതി ഓട്ടം ഓടി വിശ്വാസം കാത്തു ഓട്ടം ഓടി എന്ന് ആമേൻ പൗലോസ് പറഞ്ഞതുപോലെ ആമേൻ നമുക്കും ഹല്ലേലൂയ നല്ല പോറ് പൊരുതാം കർത്താവിന് വേണ്ടി. കർത്താവിൻ്റെ ഓട്ടക്കളത്തിൽ ഹല്ലേലൂയ നല്ല പോറ് പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് മുന്നേറുവാൻ ആ നീതിയുടെ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ പകൽ നല്ല വെള്ളയ്ക്കായി സ്തോത്രം. പ്രിയനെ, വാത്സല്യ മാതാവിൻ്റെ നിര്യാണം മുഖാന്തരം ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ ദാസൻ
ആമേൻ, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമായി ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. മരണനിഴലിൻ താഴ്വരയിലും കൂടെ ഇരിക്കുന്ന ദൈവം, വടിയും കോലും കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ജീവനെ കൊടുക്കുവാനും ജീവനെ എടുക്കുവാനും എനിക്കധികാരമുണ്ട് എന്ന് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത അരുമരക്ഷകൻ യേശുവേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നവനെ, ഞങ്ങൾക്ക് നല്ല ഉറപ്പ് തന്നവനെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഇത്രത്തോളം നീ സഹായിച്ചല്ലോ, നന്ദി. ഈ വാത്സല്യ മാതാവിനെ നല്ലൊരു യാത്രയിൽ നൽകുവാൻ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സുവിശേഷം കേൾപ്പിച്ചതിനായി സ്തോത്രം. വിടേണ്ടത് വിട്ടുകൊണ്ട് യേശുവിനോട് ചേരുവാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ദൈവം സഹായിക്കണമേ, അതിനായി പ്രാപ്തരാക്കണമേ. ഇവിടെ ദൈവമേ സ്തോത്രം. ദൈവദാസന്മാരെ ശോചനം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ശുശ്രൂഷ ലീഡ് ചെയ്ത് ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ആശീർവദിക്കണമേ. ശേഷം നടക്കുമായിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. തക്ക സമയത്തെല്ലാം ചന്തവും ഉചിതവുമായി നടപ്പാൻ സഹായിക്കണമേ. പ്രകൃതിയുടെ സംവിധാനങ്ങളിൽ ദൈവം നിയന്ത്രിക്കണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയ പാസ്റ്റർ, ജീവരത്ന പാസ്റ്റർ, അവരുടെ മക്കളെ, മഹിതമക്കളെ, കൊച്ചുമക്കളെ ദൈവം ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തും കർത്താവേ. അമ്മ വച്ചിട്ട് പോയ ആ നല്ല മാതൃക പിന്തുടർന്ന് അരുമരക്ഷകന് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ പ്രാപ്തരാക്കും. ആശീർവദിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി
പിറ്റെന്നുപ്പമുണർന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാം.